ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ. മോൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. എക്സാമൊക്കെ ഓൺലൈൻ ആയിരുന്നെങ്കിൽ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അവനാകെ എക്സൈറ്റഡ് ആണ് കേട്ടോ. മാർച്ച് 2020 പോയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സസ് എല്ലാം ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പം ആകെ ത്രിൽഡായിട്ടിരിക്കുകയാണ്. സ്കൂളിൽ വന്ന മാറ്റങ്ങളെയൊക്കെ കുറിച്ച് അവൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. ടീച്ചേഴ്സിന് പേപ്പറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി കടയിലാണ് പോയത്. അതും അവൻ്റെ സ്ഥിരം ഒരു വിസിറ്ററായിരുന്നു ആ കടയിൽ. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പോയിട്ട് കുറേ നാളായി. അതെന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി കട മാത്രമല്ല, ക്രാഫ്റ്റും ഡ്രോയിങ്ങിനും ഒക്കെ കിട്ടുന്ന ഐറ്റംസ് കിട്ടുന്ന കടയാണ്. അപ്പോൾ അവിടുന്ന് അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള ഒരു ഇതിലായിരുന്നു. നല്ല ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ വീടൊക്കെ എത്തി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മോര് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റയടിക്ക് തന്നെ 2-3 ഗ്ലാസ്സൊക്കെ മോര് അകത്താക്കി. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. സത്യം പറയും, ഈ ചൂട് കാലത്ത് ഇങ്ങനെ നമ്മൾ ഫ്ലൂയിഡ്സൊക്കെ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം. മോരും വെള്ളം, ജ്യൂസ്, വെള്ളം, അല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അപ്പം ഇനി ഉച്ചയൂണ് തയ്യാറാക്കുന്ന പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേസ്റ്റ് തയ്യാറാക്കുകയാണ്. ഒരു 1-2 പച്ചമുളക്, 4-5 വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കൈമ റൈസാണ് വീട്ടിലുണ്ടായിരുന്നത്. അത് വെച്ച് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 3 കപ്പ് ടീക്കപ്പാണ് അളവ് കൈമ റൈസ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഈ സമയം കൊണ്ട് മിക്സിയിൽ ഞാൻ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്തു. അത് അവിടെ ഒരു സൈഡിലിരിക്കട്ടെ. ഇനി അടുത്തത് പ്രഷർ കുക്കറിൽ നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പുലാവിനൊക്കെ, ബിരിയാണിക്കാണെങ്കിലും പുലാവിനാണെങ്കിലും ഗീ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. അതിനോടൊപ്പം ഞാനൊരു 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കമുന്തിരി, ചുമന്നതായാലും കറുത്തതായാലും കുഴപ്പമില്ല, കുറച്ച് അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. സ്പൈസസ് ഞാനൊരു 2 ബേ ലീഫ്, അതുപോലെ സിനമോൺ ഒരു ചെറിയ കഷ്ണം, പിന്നെ ക്ലൗസ് അതൊരു 4-5 കഷ്ണം, കുറച്ച് ഏലക്ക. ഹോൾ സ്പൈസസ് എത്രത്തോളം ആഡ് ചെയ്യാവുന്ന പുലാവ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് ചെറുജീരകവും കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ പ്രഷർ കുക്കറിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ 2 സവാള ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ കൊടുത്തു വിട്ടാൽ മതി. എന്നും ചോറ് കൊടുക്കുമ്പോൾ അവർക്കൊരു മുഷിപ്പായിരിക്കും. അപ്പം ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ കീറിയ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് എരിവുള്ളതുകൊണ്ട് ഞാൻ 1 പച്ചമുളകേ ചേർത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചല്ലോ, അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം ഇത് ഈ വർക്ക് ഫ്രം ഹോമൊക്കെ ഇനി തീരുകയാണ്. ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇനി രാവിലെ എണീക്കുക എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്താൽ നിങ്ങൾക്കും സമയം ലാഭകരമായിരിക്കും. ഒത്തിരി അതിരാവിലെ ഒന്നും എണീക്കേണ്ട ആവശ്യവുമില്ല. ഇനി ഞാനിതിലേക്ക് പീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഹാഫ് കുക്ക്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂർ മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്നിട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ, ക്യാരറ്റ് അങ്ങനെ എന്ത് വെജിറ്റബിളും ചേർത്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ പീസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് മിൻറ്റ് ലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൻറ്റ് ലീവ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് ആണെങ്കിലും മതി. ഇതൊരു ഓപ്ഷണലാണ്. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ പീസ് പുലാവ് ടേസ്റ്റി ആയിരിക്കും. ഇനി ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കൈമ റൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈമ റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിത് 3 കപ്പ് ബസ്മതി റൈസിന് വേണ്ടിയിട്ട് 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 വിസിൽ മീഡിയം ഫ്ലെയിമിൽ കേട്ടാൽ മാത്രം മതിയാകും. പ്രഷറൊക്കെ പോയതിന് ശേഷം ഇനി നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ടൈം ട്രൈയിങ് ആണ് കേട്ടോ.
അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഏകദേശം ബിരിയാണിയുടെയൊക്കെ ഒരു മോഡലിലാണ് മണം അടിക്കുന്നത്. അപ്പോൾ അതെന്തായാലും സക്സസ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള ഷാപ്പിലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പുലാവിനൊക്കെ ആകുമ്പോൾ ഒരു സൈഡ് ഡിഷ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് ഫ്രിഡ്ജിൽ ചിക്കൻ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ വഴിച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ലാസ്റ്റ് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പും കൂടെ ആവുമ്പോൾ ഈ ചിക്കൻ കറി റെഡിയാവും. അത്യാവശ്യം നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു, പുറത്തൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചോളാൻ വയ്യാത്ത ഒരു സ്ഥിതിയായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയോ അല്ലെങ്കിൽ വ്ളോഗോ ആയിട്ട് വരുന്നതും വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.